ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ ഉമേഷ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ടിലെ ആദ്യ വിവരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? NPC ഇന്ന് രാവിലെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ച വേളയിൽ, അതായത് ദേവസ്വം ബെഞ്ച് പരിഗണിച്ച വേളയിൽ എല്ലാ തവണയും പരിഗണിക്കുന്നത് പോലെ തന്നെ SIT അതുവരെയുള്ള അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കുകയാണ് പതിവ്. അങ്ങനെ ഇന്ന് അറിയിച്ച കൂട്ടത്തിലാണ് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ SIT കോടതി അറിയിക്കുന്നത്. അതിൽ ഈ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച് വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT സൂചിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് SITക്ക് വിവരം ലഭിച്ചത് എന്നുള്ളതും ഈ ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്, കോടതി വിശദീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭക്തൻ നൽകിയ പരാതി എന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറാണ് അന്വേഷിച്ചത്. ആ അന്വേഷണത്തിലാണ് വലിയ ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട് എന്ന വിവരം SIT ഹൈക്കോടതിയിൽ നിന്ന് അറിയിക്കുന്നത്. ഇതിൽ SIT പറയുന്നത്, SIT കോടതി അറിയിച്ചത് പ്രകാരം ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു എന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. സാമ്പത്തിക ചട്ടങ്ങളും പാലിച്ചിട്ടില്ല എന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സ്വർണ്ണമടക്കം സംഭാവന നൽകിയവരുടെ മൊഴിയെടുക്കണം എന്നാണ് SIT നിർദ്ദേശിക്കുന്നത്, കോടതി പറയുന്നത്. അതിന് കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിരവധി പേർ അന്ന് ഈ കൊടിമരം സ്വർണം പൂശുന്നതിനും മറ്റും പുനഃപ്രതിഷ്ഠയ്ക്കുമായൊക്കെ നിരവധി പേർ സംഭാവനയടക്കം നൽകിയിരുന്നു. എന്നാൽ ആ സംഭാവന നൽകിയതിൻ്റെ കൃത്യമായ കണക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് അന്ന് ചീഫ് വിജിലൻസ് ഓഫീസറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് അതിൽ സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് ഓഫീസർ SIT അറിയിച്ചത്. അക്കാര്യം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമവും ക്രിമിനൽ നിയമവും അനുസരിച്ച് കേസെടുക്കണം എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അത് ദേവസ്വം വിജിലൻസ് അല്ല, സംസ്ഥാന വിജിലൻസ് തന്നെ, സ്വതന്ത്ര വിജിലൻസ് അന്വേഷണമാണ് ഉചിതം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിന് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനായി വിജിലൻസ് ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കാനാണ് വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു മാസത്തിനകം 30 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ടാക്കി കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അത് 2017 ഇതിൻ്റെ ചുമതലയിൽ, ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിൽ അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇരിക്കുന്ന സമയത്താണ് ഈ കൊടിമരം, അതിന് ജീർണതയുണ്ട്, അതുകൊണ്ട് പുനഃപ്രതിഷ്ഠ നടത്തണം, കൊടിമരം പുനഃപ്രതിഷ്ഠിക്കണം, മാറ്റി സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്പോൺസർമാരിൽ നിന്നടക്കം ഈ സംഭാവനകൾ സ്വീകരിച്ചതിന്റെ കൃത്യമായ വിവരങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ. ഒരു കാര്യം അതിനിടയിൽ ചോദിക്കട്ടെ. ഇത്തരത്തിൽ കൊടിമരത്തിന് ജീർണത, കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതൽ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിൽ ജീർണത ബാധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതും അതിനുവേണ്ട ദേവപ്രശ്നം നടത്തുന്നതും കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് എന്നും, പിന്നീട് അതനുസരിച്ച് കൊടിമര പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന കൊടിമരം മാറ്റി മരത്തിൻ്റെ കൊടിമരം സ്ഥാപിക്കുന്ന ആ നടപടി നടന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണ് എന്നുമാണ് നേരത്തെ വിവരങ്ങൾ വന്നത്. അതങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് NPC ഇതിൽ കൃത്യമായ ഡേറ്റ് സഹിതം പറയുന്നുണ്ട്. അക്കാലത്ത് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും അടക്കമുള്ളവർ തന്നെയാണ് ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ തീയതികളിൽ തന്നെ അത് വ്യക്തവുമാണ്. 2017 ഈ ഇവരുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപാണ്, അതായത് കോൺഗ്രസ് നേതാക്കളായ അജയ് തറയിലിൻ്റെയും പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ ആ ചുമതല അവസാനിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അത് അന്ന് ഭക്തർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും ആ പരിശോധനാ വിവരം SITക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. SIT ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ മഹാസറും അനുബന്ധ രേഖകളെല്ലാം വളരെ വിശദമായി പരിശോധിച്ച് തന്നെയാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു കണക്ക് തന്നെ പറയുന്നുണ്ട്. കസ്റ്റംസ് വാങ്ങലും സംഭാവനകളും ഉൾപ്പെടെ ലഭ്യമായ ആകെ സ്വർണത്തിൻ്റെ അളവ് 9573.010 ഗ്രാം ആയിരുന്നു. അതേസമയം കൊടിമരത്തിനായി ഉപയോഗിച്ച് രേഖപ്പെടുത്തിയ അളവ് 9340.200 ഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ഉദാഹരണമായി, റിപ്പോർട്ടിൽ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. അതിൽ തന്നെ വലിയ വ്യത്യാസം
സ്വർണത്തിൻ്റെ അളവിൽ വലിയ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഈ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ SIT സൂചിപ്പിക്കുന്നത്. ആ SITയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ എന്നുള്ളത് തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വേറൊരു കേസായി തന്നെ മറ്റൊരു കേസായി തന്നെ സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. നിലവിൽ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം SIT കേസുകളെല്ലാം അന്വേഷിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇത് SIT അന്വേഷിക്കേണ്ട പകരം സംസ്ഥാന വിജിലൻസ് മറ്റൊരു കേസായി തന്നെ കണ്ട് ഇത് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുകയും പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കാനും 1 മാസത്തിനകം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ കോടതി ഈ ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിക്കുന്നത്. NPC ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞ ആ പ്രശ്നത്തിലും കട്ടിലപ്പടിയിൽ സ്വർണം പൊതിഞ്ഞ ആ പ്രശ്നത്തിലും കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണത്തിനു കൂടിയുള്ള അനുമതി ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ടിലൂടെ നൽകപ്പെട്ടിരിക്കുകയാണ് SITക്ക് എന്നുകൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം തന്നെ 3 പ്രതികൾ കൂടി ഈ കേസിലേക്ക് ചേർക്കപ്പെടും എന്ന റിപ്പോർട്ടും വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഉമേഷ്. NPC അത് ഓരോ ഘട്ടത്തിലും ഈ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് കോടതി ഇത് പരിശോധിക്കാറ്. ആ ഘട്ടത്തിലൊക്കെ SIT നടത്തുന്ന ഈ അന്വേഷണം, അതായത് കട്ടിളപ്പാളി കേസിലാണെങ്കിലും ദ്വാരപാലക ശില്പപാളി കേസിലും ഇതുവരെ നടത്തിയ അന്വേഷണം കോടതി പരിശോധിക്കുമ്പോഴൊക്കെ വളരെ കൃത്യമായി തന്നെ ശരിയായ ദിശയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. വളരെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് എന്നൊക്കെ നേരത്തെ കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഏറ്റവും ഒടുവിൽ പറയുന്നതനുസരിച്ച് ഇതിലെ ശാസ്ത്രീയ പരിശോധന അത് പൂർത്തിയാകാനുണ്ട് എന്ന് കോടതി പറയുന്നു. നേരത്തെ ശാസ്ത്രീയ അന്വേഷണം നടത്തിയതാണ്. VSSCയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയൊക്കെ നടത്തി. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും ശാസ്ത്രീയ അന്വേഷണത്തിനാണ് കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. വീണ്ടും ഈ സാമ്പിളുകൾ ശേഖരിച്ച് സ്വർണത്തിൻ്റെ അടക്കം സാമ്പിളുകൾ ശേഖരിച്ച് താരതമ്യം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി അതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. അത് SITക്ക് ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. ഒപ്പം ചില പ്രതികളെക്കുറിച്ച് കൂടുതൽ പേർ പ്രതികളായേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ അവ്യക്തതകളുണ്ട്. ആരൊക്കെയാണ് അതിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രതികളാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഇതുവരെ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണ് എന്ന് കോടതി പലകുറി നിരീക്ഷിച്ചതാണ്. ഇപ്പോഴും അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തുക തന്നെയാണ് ചെയ്തത്. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അതിൽ ആരൊക്കെയാണ് പ്രതികളാകാൻ പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 30 ദിവസം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് സംബന്ധിച്ചും അതിലെ പ്രതികൾ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള സൂചനകളും പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. NPC